സച്ചേട്ടന് വേറെ എന്തെങ്കിലും അത്യാവശ്യം കാണും. ഏറ്റത്തിരിക്കെ ഞാൻ വിളമ്പാം. ഇതാ പറയുന്നത്, വിശക്കുമ്പോ അവരവരുടെ ആവശ്യത്തിന് കഴിക്കണം എന്ന്. ഇങ്ങനെ കാത്തിരുന്ന ചിലപ്പോ സമയത്ത് കഴിക്കാൻ പറ്റിയെന്ന് വരില്ല. വിശന്നിട്ട് വേറൊരാൾക്ക് വേണ്ടി കാത്തിരിക്കുന്ന പരിപാടി എന്നെ കൊണ്ട് പറ്റില്ല. എനിക്ക് വിശന്നാ ഞാൻ അപ്പ കഴിക്കും. ആ അമ്മേ, ആ വന്നോ? ഇപ്പഴാ വന്നേ? എല്ലാം കൊടുത്തുവിട്ടിട്ടുണ്ടല്ലോ അല്ലേ? സച്ചിൻ അവിടെ നിന്ന് എന്തെങ്കിലും കഴിച്ചോ? ആ ശരി. ഇല്ല, ഇവിടെ ഞങ്ങൾ കഴിക്കാൻ തുടങ്ങുന്നേ ഉള്ളൂ. ആ ശരി അമ്മ. സച്ചേട്ടൻ വീട്ടിൽ ചെന്നായിരുന്നു എന്ന്. അർച്ചനയുടെ മുമ്പിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയാണെങ്കിലും ഡിപ്രഷന്റെ കാര്യം പറഞ്ഞത് അവൾക്ക് വല്ലാതെ ഫീൽ ചെയ്തെന്ന് തോന്നുന്നു. ലക്ഷ്മിയുടെ കാര്യം ഞാൻ എത്ര നാൾ അർച്ചനയെന്ന് മറച്ചു വെക്കും. ഇനി ഇങ്ങനെ ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. അർച്ചനയോട് എല്ലാ സത്യങ്ങളും തുറന്നു പറഞ്ഞാലോ? സച്ചിയുടെ നാവിൽ നിന്ന് ഞാനൊരു രോഗിയാണെന്ന് ഈ ലോകത്തെ മറ്റൊരാൾ പോലും അറിയരുത്. അർച്ചന പോലും. അതീവ രഹസ്യമായി ക്ഷേത്രത്തിൽ വെച്ച് മാലയിടുന്നതിനുള്ള ഒരുക്കങ്ങളെല്ലാം തയ്യാറായി കഴിഞ്ഞു. സന്ദീപാണ് എല്ലാം ഏർപ്പാടാക്കിയത്. നമ്മൾ ആരും ഒന്നും അറിയാതിരിക്കാൻ അവർ പ്രത്യേകം ശ്രദ്ധിക്കുന്നുണ്ട്. നാളെ രാവിലെ 10 മണിക്ക് ക്ഷേത്രത്തിൽ വെച്ച് വിവാഹം നടത്താനാണ് അവരുടെ തീരുമാനം. മതി, എനിക്കിനി ഒന്നും കേക്കണ്ട. അങ്ങനെ എന്നെ ഇറക്കി വിട്ടിട്ട് അവളെ കല്യാണം കഴിച്ച് സുഖമായിട്ട് ജീവിക്കാൻ അയാളെ ഞാൻ വിടില്ല. ഇനിയൊന്നും നോക്കാനില്ല മൂർത്തി. നാളെ താലി കെട്ടാൻ അവൾ അമ്പലത്തിൽ എത്തരുത്. അതിനു മുമ്പ് അവളെ പൊക്കണം. അതിനേക്കാൾ എളുപ്പം അവളെ അങ്ങ് തട്ടിക്കളയുന്നല്ലേ? വേണ്ട. തൽക്കാലം ഒരു കേസിൽ പ്രതിയായി ജയിലിൽ പോകാൻ സമയമില്ല. അത് ഞാൻ പറഞ്ഞു ചെയ്യും. ഇന്ന് രാത്രി അവളെ കിഡ്നാപ്പ് ചെയ്തിരിക്കണം. ഇത് കൊള്ളാം. ഇങ്ങനെ ഒരാൾ തന്നെ നന്ദേട്ടൻ ചേരേണ്ടത്. നന്ദേട്ടനാണെങ്കിൽ ആരെങ്കിലും ഒന്ന് വഴക്ക് പറയാൻ തന്നെ പ്രയാസം. ഇതാവുമ്പോ ആര് വന്നാലും നേരിടാൻ ഒരു ഗുണ്ടാ സെറ്റപ്പ് ഉള്ളത് നല്ലതാ. കളിയാക്കിയതൊക്കെ മതി. പെണ്ണുങ്ങളൊന്നും പണ്ടത്തെ പോലെ അല്ലെന്ന് ഇപ്പൊ മനസ്സിലായില്ലേ? അത്യാവശ്യം വന്നാ ഏത് ശത്രുവിനെ നേരിടാനുള്ള ധൈര്യം അവർക്കുണ്ടാവും. അതിനുള്ള ആയുധങ്ങളൊക്കെ അവർ പലപ്പോഴും കരുതി വെക്കും, പ്രത്യേകിച്ച് ഇതുപോലെ ഒറ്റയ്ക്ക് താമസിക്കുമ്പോ. അവന്തിക എന്തായാലും വെറുതെ ഇരിക്കില്ലെന്ന് എനിക്കറിയാം. നന്ദേട്ടന് അവൾ എന്തായാലും ഒന്നും ചെയ്യില്ല. പകരം എന്നെ തീർക്കാനായിരിക്കും അവൾ ഉദ്ദേശിക്കുന്നത്. ആ, ഇതുകൂടി മുൻകൂട്ടി കണ്ടോണ്ടാ അച്ഛൻ ഞങ്ങൾ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടത്. ആ, വേഗം പെട്ടിയും കിടക്കെ എല്ലായിടത്തും തയ്യാറായിരിക്കും. നമുക്ക് നെല്ലിശ്ശേരിയിലേക്ക് പോവാം. എന്തിനാ നിങ്ങൾ ഇങ്ങനെ പേടിക്കുന്നേ? എന്നെ ആരും ഒന്നും ചെയ്യില്ല. അഥവാ ആരെങ്കിലും വന്നവരിൽ ഒരാളെങ്കിലും തീർത്തിട്ട് മാത്രമേ എന്നെ എന്തെങ്കിലും ചെയ്യാൻ സാധിക്കൂ.
അതൊക്കെ ശരിയാ, സമ്മതിച്ചു. പക്ഷെ എന്തിനാ അത്രയ്ക്ക് റിസ്ക് എടുക്കുന്നത്? നാളെ ഒരു നല്ല കാര്യം നടക്കാൻ പോവല്ലേ. അതിനിടയ്ക്ക് ആർക്കും ഒരു നഷ്ടം ഉണ്ടാവാൻ പാടില്ല. ഈ രാത്രി ഇവിടെ ഒറ്റയ്ക്ക് താമസിക്കുന്നത് സുരക്ഷിതമല്ലെന്ന് അച്ഛന് മാത്രമല്ല ഞങ്ങൾക്കും തോന്നി. അതുകൊണ്ട് ഇന്നു മുതൽ സന്ധ്യച്ച് നെല്ലിശ്ശേരി താമസിച്ചാൽ മതി. ആ, അത് വേണ്ട. കല്യാണം കഴിഞ്ഞാ ഞാൻ അങ്ങോട്ട് തന്നെയല്ലേ വരാൻ പോകുന്നത്. അതും സന്ധ്യ അതും ഇതൊന്നും പറയാൻ നിൽക്കണ്ട. ഞങ്ങളെ അച്ഛൻ പറഞ്ഞയച്ചു. സന്ധ്യച്ച് ഞങ്ങളുടെ കൂടെ വരുന്നു, നമ്മൾ പോകുന്നു. നാളെ ക്ഷേത്രത്തില് നമ്മൾ ഒരുമിച്ച് ചേർന്ന് തന്നെ പോകുന്നു, കല്യാണം നടത്തുന്നു.